ഖളാക്കി നിസ്കരിച്ചാൽ മാത്രം പോരാ, കാരണമില്ലാത്തതാണെങ്കിൽ തൗബയും കൂടി വേണം. ഇനി അങ്ങനെ സംഭവിക്കൂല എന്നുള്ള ദൃഢനിശ്ചയവും സംഭവിച്ചതിനെ പറ്റിയുള്ള ഖേദവും ആ വിഷയത്തിൽ അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്നത്. അങ്ങനെ ആ വിഷയത്തിൽ നിന്ന് ഒഴിവായിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, പൊറുക്കലിനെ തേടുക. അതിന് ശ്രേഷ്ഠമായ സമയമാണ് വഖ്തു സഹർ, അത്താഴത്തിന്റെ സമയം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റമളാനിലേക്ക് മാത്രമുള്ള ഒരു വിഷയമായിട്ടല്ല ഞാൻ അത് പറയുന്നത്. റമളാനിൽ ഏതായാലും നമുക്ക് സൗകര്യം കിട്ടും, പക്ഷെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. രാത്രിയും പകലൊക്കെ രണ്ടും ഒരേ മോഡലാകരുത് എന്നർത്ഥം. പകലും ഉറക്കം തന്നെ, രാത്രി ഉറക്കം തന്നെയാണ്. അയാളെല്ലാവരും ഭക്ഷണം കഴിച്ച് ലാസ്റ്റ് ഒരു 4:40 എണീക്കും. 50-56 ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കലും വാങ്ങിക്കൊടുക്കലും ഒപ്പാ. അപ്പൊ പിന്നോട് ഇസ്തിഗ്ഫാറിന് നേരം. അത്താഴം കഴിച്ചിട്ട് ഒരു 10-50 ആയത്ത് ഓതാനുള്ള സമയം ബാക്കി ഉണ്ടായിരുന്നു എന്നല്ലേ സ്വഹാബത്ത് പറയുന്നത്. ആ ഒരു ഖദർ നമ്മളൊരു 10-20 മിനിറ്റിന്റെ ഗ്യാപ്പ് വേണമല്ലോ അത്താഴം കഴിച്ചതിന്റെ ശേഷം. ആ ടൈമിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് മുഴുകണം. രാത്രി കുറെ സമയം നിസ്കരിച്ച മഹാന്മാർ എന്താ ഈ അത്താഴത്തിന്റെ സമയം 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം, നമ്പർ 1 സമയമാണ് വഖ്തു സഹർ, അത്താഴത്തിന്റെ സമയം. ഒരുപാട് അമ്പിയാക്കളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ സമയമാണത്. സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ലൂത്ത് നബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് അത്താഴത്തിന്റെ സമയത്താണ്. 7 നഗരങ്ങളടക്കം സദൂമടക്കമുള്ള നഗരങ്ങൾ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മേലോട്ടിങ്ങനെ പൊക്കിയിട്ട് മറിച്ചിട്ടതാ നേരത്താണ്. ഇവരെ രക്ഷപ്പെടുത്തിയത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, നജ്ജൈനാഹും ബിസഹർ, അത്താഴ സമയത്താണ് അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആ സമയത്തിന് വലിയ മഹത്വമുണ്ട്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അവരെയും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ നേരമാണത്. വലിയ മഹത്വമുള്ള നേരം, ദുആഇന് വലിയ ഇജാബത്ത് കിട്ടുന്ന നേരമാണ്. ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ മുന്നൊരുക്കവും താല്പര്യവും നല്ല വിലയുമുള്ള നേരമാണത്. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം, ദുആഇന് ഏറ്റവും മഹത്വം കിട്ടുന്ന സമയം, ഇസ്തിഗ്ഫാറിന് വലിയ സന്തോഷം കിട്ടുന്ന സമയം, ദുആ ചെയ്തിട്ട് വലിയ ഉത്തരം കിട്ടിയിട്ട് അനുഭവിച്ചു അത്താഴത്തിന്റെ നേരത്ത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾ ചെയ്ത തെറ്റിന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹുവിനോട്, ബാപ്പാ ഞങ്ങളേതായാലും തെറ്റുകാരായി, ഇന്നാ കുന്നാ ഖാതിഈൻ, അബദ്ധം സംഭവിച്ചു പോയി, ജീവിതത്തിലെ ഇത്രയും നിമിഷങ്ങൾ ഞങ്ങൾ ചെയ്തൊക്കെ തോന്നിവാസങ്ങളാണ് എന്ന് പറഞ്ഞാല് ബാപ്പയോട് ചെയ്ത ആ അനീതി 10 സഹോദരങ്ങൾ 10 മക്കള് ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ ഇന്നാ കുന്നാ ഖാതിഈൻ. യൂസുഫ് നബിയെ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടതും ബിന്യാമീനെ കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതും ഒക്കെ ഞങ്ങൾ ചെയ്ത അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞ ബാപ്പാനോട് ചെയ്ത ആ ഒരു തെറ്റ് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് ദ്വാരക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സഅസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പിന്നീട് ഞാൻ പൊറുക്കലിനെ തേടും. ഈ വാക്ക് വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, അത്താഴത്തിന്റെ സമയത്തേക്കാണ് ആ പിന്നീട് എന്ന് പറഞ്ഞത് പിന്തിച്ചത്. അപ്പൊ ദ്വാരുന്നില്ല. അത്താഴത്തിന്റെ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം എണ്ണീറ്റ് ദ്വാരുന്നു, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ദുആഇന് വലിയ ഉത്തരം കിട്ടി. അതുകൊണ്ട് തന്നെ മക്കൾ മുഴുവനും നന്നായി. അത്താഴത്തിന്റെ നേരത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം എണീറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ എന്റെ കുട്ടികൾക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചു, അവർ എന്നോട് ഒരുപാട് പൊരുത്തക്കേടുകൾ ചെയ്തു, ആ പൊരുത്തക്കേട് കാരണം നിന്നോടും അവർ പൊരുത്തക്കേട് ചെയ്തു, അതുകൊണ്ട് അല്ലാഹ് അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ദുആ ചെയ്തപ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. മക്കളെ മുഴുവനും അല്ലാഹു തആല നന്നാക്കി കൊടുത്തു. അത്താഴത്തിന്റെ നേരത്ത് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വഹാബത്തൊക്കെ. സ്വഹാബിമാരിൽപ്പെട്ട പ്രഗൽഭനാണല്ലോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അത്താഴത്തിന്റെ നേരം വരെ നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് പിന്നെ ശിഷ്യൻ നാഫിയോട് ചോദിച്ചു, നാഫിയെ അത്താഴത്തിന്റെ നേരമായോ? ആയി. അത്താഴത്തിന്റെ നേരം ആയി എന്ന് കേട്ടാൽ പിന്നെ തുടങ്ങി അസ്തഗ്ഫിറുല്ലാഹൽ അദീം. സുബ്ഹി വാങ്ങി കൊടുക്കുന്നവരെ പിന്നെ ഇസ്തിഗ്ഫാറാണ്. എത്ര ചൊല്ലിയിരുന്നു? 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് കാണാം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മൻ സ്വല്ലാ മിനൽ ലൈലി, തഹജ്ജുദ് നിസ്കരിച്ചു ഒരാൾ, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. സുമ്മസ്തഗ്ഫറ ഫീ ആഖിറിൽ ലൈൽ,
പിന്നെ രാത്രിയുടെ അവസാനത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി 70 മറ 70 തവണ കുതിബ മിനൽ മുസ്തഗ്ഫിരീൻ അല്ലാഹു തആല മുസ്തഗ്ഫിരീങ്ങളിൽ അവനെ എഴുതപ്പെടും. മുഅ്മിനീങ്ങളെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് അവര്. മനസ്സൊക്കെ ക്ലിയർ ആയ നേരം, വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്ത്, ജീവിതത്തിൽ മുമ്പെങ്ങോ സംഭവിച്ചു പോയ ഒരു വൈകല്യങ്ങളാണെങ്കിലും ഒന്നല്ലല്ലോ നമുക്ക് ഓർക്കാനുള്ളത്, ഒരുപാടില്ല, കെട്ടുകണക്കിനില്ല സഹോദരങ്ങളെ. ഓരോന്നോരോന്ന് ഓർത്തെടുത്ത് മറക്കാനായിട്ടില്ല, ഓർത്തെടുത്ത് പ്രായം 50 ആയാലും മറക്കാനായിട്ടില്ല, 60 ആയാലും മറക്കാനായിട്ടില്ല, 70 ആയാലും മറക്കാനായിട്ടില്ല, ഹജ്ജ് 10 ചെയ്താലും മറക്കാനായിട്ടില്ല, അറഫേന്ന് കരഞ്ഞാലും മറക്കാനായിട്ടില്ല. അങ്ങനെ സമാധാനിച്ചിരിക്കരുത്. ഞാൻ കഴിഞ്ഞല്ല ഹജ്ജിന് പറ്റി അറഫേന്ന് പൊട്ടിക്കരഞ്ഞാണ്, ഹദീസിലുണ്ടല്ലോ പാപങ്ങളൊക്കെ പുറത്തിന്റെ അള്ളാഹ് പുറത്തുനിന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനായിട്ടില്ല. ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ടൈം വരെ കിട്ടുന്ന അത്താഴത്തിന്റെ നേരത്തൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ അയ്യുൽ ലൈലി അഫ്ളൽ, രാത്രിയിൽ ഏത് ടൈമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാവൂദ് നബിയെ മാ അദ്രി ഇല്ലാ അന്നൽ അർശ യഹ്തസ്സു ഫിസ് സഹർ, അർശ് കുലുങ്ങുന്ന വിറക്കുന്ന ഒരു സമയമുണ്ട് 24 മണിക്കൂറിൽ, അത് അത്താഴത്തിന്റെ നേരത്താണ്. അർശ് കിടുകിടാ വിറക്കുന്ന ഒരു ടൈം അത്താഴത്തിന്റെ നേരത്താണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് മനസ്സിലായത് അത്താഴത്തിന്റെ നേരമാണ് ഏറ്റവും ഇസ്തിഗ്ഫാറിന് പറ്റിയ നേരം. നമ്മൾ ഇസ്തിഗ്ഫാർ പതിവാക്കണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. നാവ് കൊണ്ട് മാത്രമല്ല ഇസ്തിഗ്ഫാറില്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നാവ് കൊണ്ട് മാത്രമല്ല, മനസ്സറിഞ്ഞിട്ട് പാപക്കറകൾ രൂപപ്പെടുത്തിയെടുത്തിട്ട് ഒന്നും പുറത്തു കിട്ടി എന്നൊരു നിശ്ചയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ മുന്നിലില്ല. ഉറപ്പ് നമ്മുടെ മുന്നിലില്ല, ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയും ചോദിക്കണം, ഇനിയും ചോദിക്കണം, എത്രയും ചോദിക്കണം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഇബ്രാഹിം ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അത്താഴത്തിന്റെ നേരത്ത് പള്ളിയിൽ പോയപ്പോ പള്ളിന്റെ മൂലക്കൽ ഒരു ഭാഗത്ത് ഒരാളിങ്ങനെ ദുആർക്കുന്നുണ്ട്. അപ്പൊ അയാളെ ദുആ ഞാൻ വീക്ഷിച്ചപ്പോ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചോനെ റബ്ബി അമർതനി ഫഅതഅതുക, ഈ നേരത്ത് നിന്നോട് ഇസ്തിഗ്ഫാർ ചെല്ലാനാണല്ലോ നീ കൽപ്പിച്ചത്, നീ എന്നോട് ഈ നേരത്ത് കൽപ്പിച്ച ഇസ്തിഗ്ഫാർ അല്ലാന്നല്ലേ പടച്ചോനെ, ഞാൻ അത് അനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് നിന്നോട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്. ഫഗ്ഫിർലി, എനിക്ക് നീ പൊറുക്കല്ലാ, എനിക്ക് നീ പൊറുക്കല്ലാ. ഇബ്രാഹിം ഇബ്നു ഹാത്തിബ് തങ്ങൾ പറയാണ്, ഈ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഞാനൊന്ന് നോക്കിയപ്പോ അത് ആരാന്നറിയോ നിങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ അത്താഴത്തിന്റെ നേരത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് വന്ന് അള്ളാഹുവിനോട് ഈ വിഷയം പറയുന്നത്, പടച്ചോനെ ഈ നേരത്ത് ഉറങ്ങാനല്ലല്ലോ ഇസ്തിഗ്ഫാർ അല്ലാന്നല്ലേ നീ കൽപ്പിച്ചത്, ഞാൻ അനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് ഇസ്തിഗ്ഫാർ ഇല്ലുന്നത് എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോ ആ ചോദിക്കുന്ന ആള് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. മുത്തുനബി തങ്ങൾക്ക് കയ്യിൽ പിടിച്ച ഒരു തലയിണ, ഒരു മിസ്വാക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടെന്ന പോലെ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ. സ്വാഹിബുൽ വിസാദത്തി വസ്സിവാക്ക്, തങ്ങളെ തലയിണയും മിസ്വാക്കും കയ്യിൽ പിടിച്ചു നടക്കുന്ന, പലപ്പോഴും സ്വാഹിബുൽ നഅലൈൻ, അവിടുത്തെ ചെരുപ്പ് തങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ താഴെ വെക്കാതെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇടത്തെ കയ്യിൽ ആ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചു വെക്കും. തങ്ങളങ്ങ് വരുന്ന സമയത്ത് ആ ചെരുപ്പ് ഇങ്ങനെ താഴെ വെച്ചു കൊടുക്കും. ഈ ഒരു ഖിദ്മത്ത് പോലെ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ സഹോദരങ്ങളെ. എന്നിട്ടും അത്താഴത്തിന്റെ നേരത്ത് മദീനത്തെ പള്ളിയിൽ പോയിരുന്നിട്ട് ആ ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് പറയുമ്പോ നമ്മൾ എത്ര ഉണരണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരായ മഹാന്മാരൊക്കെ ഉണർന്നൊരു നേരമാണ്. നമ്മൾ ആ നേരത്ത് മാത്രം ഉറങ്ങുന്നവരാകരുത്. റമളാൻ ഷരീഫിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹ്രസ്വകാല ജീവിതത്തിലെ 24 മണിക്കൂറിൽ ഏറ്റവും സുന്ദരമായ ഈ ടൈം, കുറഞ്ഞ സമയം, ബാക്കിയൊക്കെ നിങ്ങൾ ഉറങ്ങിക്കോളൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നേടിയെടുക്കണം. അത് വലിയൊരു ഭാഗ്യമാണ്. ഭാഗ്യം സിദ്ധിച്ചവരെന്ന് ഒരാളെ പറ്റി പറയുമ്പോൾ എണ്ണേണ്ട ഒരു ഭാഗ്യമാണ്. അത് വലിയ ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? അവിടെ 4 മണിക്ക് എണീക്കും. അങ്ങനെ പറയുന്ന ആൾക്കാർ 4 മണിക്ക് എണീ തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്കുന്ന ഇസ്തിഗ്ഫാർ, അതൊരു ഭാഗ്യം തന്നെയാണ്. ഭാഗ്യങ്ങളായ കൂട്ടത്തിലാണ് എന്റെ ഭാഗ്യമാണ്. പക്ഷെ അതൊക്കെ എല്ലാവരും സമല്ലേ, എല്ലാത്തിനും സമല്ലേ. ആള് വലിയ പണക്കാരൻ.